NUS ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ കാണുന്നത് NUSൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും NUSൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അതിൽ ഇങ്ങനൊരു പേജുണ്ട്. ആ പേജ് എടുക്കാം. ആ പേജിൽ ഈ ഫസ്റ്റ് തന്നെ മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കാണുന്നുണ്ട് ഈ മോഷൻ, ഫോഴ്സ്, ഇങ്ങനെ. അതിൽ ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഈ TMA, PE, TMA ഇങ്ങനെ കുറച്ച് സംഭവമുണ്ട്. അതിൽ ഈ TMA എന്ന് പറയുന്ന സാധനം പഠിക്കേണ്ടതല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസൈൻമെൻറ്റാണ്, ട്യൂട്ടർമാർക്കുടെ അസൈൻമെൻറ്റ് വരുന്ന സംഭവം അത്. അപ്പോൾ അത് അസൈൻമെൻറ്റായിട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ വരുന്നത് ഈ PE ആണ്. ഈ PE എന്ന് പറയുന്ന എല്ലാ ചാപ്റ്ററും തിയറിക്ക് ചോദിക്കും. തിയറി എന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കും. ഈ PE എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഈ TMA എന്ന് പറയുന്ന സംഭവം പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി ആരെങ്കിലും വെറുതെ അത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് തിയറിക്ക് ചോദിക്കാനേ പോണില്ല. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല. അത് പ്രാക്ടിക്കലായിട്ടാണ് വരിക. ആ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അതിന് പ്രാക്ടിക്കലിന് വരും എന്നുള്ള ഒരു ഈ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. പിന്നെ വരുന്നത് ഈ PE ആണ്. PEയിൽ വരുന്ന ചാപ്റ്റർ നോക്കുക. എക്സാമിന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്: ലോസ് ഓഫ് മോഷൻ പഠിക്കണം, വർക്ക് പഠിക്കണം, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് പഠിക്കണം. പിന്നെ വരുന്നത് തെർമോഡൈനാമിക്സ് പഠിക്കണം, വേവ് പഠിക്കണം. പിന്നെ ഇതിൽ PEന്ന് വരുന്ന താഴോട്ട് വരുമ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രിക് ചേഞ്ച്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ബുക്കാണ്. ഇനി സെക്കൻഡ് ബുക്കും ഉണ്ട്. ഫസ്റ്റ് ബുക്കിൽ വരുന്നത് പിന്നീട് ഈ മോഷൻ, ഫോഴ്സ് എന്നുള്ള ഈ മൊഡ്യൂൾ 1ൽ ആകെ 2 ചാപ്റ്റർ പഠിക്കാനുള്ളൂ. പിന്നത്തെ മൊഡ്യൂളിൽ ഒരു ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 3 ചാപ്റ്ററായി. പിന്നത്തേൽ തെർമൽ ഫിസിക്സ് ആണ്. അതിൽ വരുന്നത് ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റിൽ എന്ന് പറയുമ്പോൾ വെറും 5 ചാപ്റ്റർ ഒരു ഫിസിക്സ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചാൽ മതി. പിന്നെ കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് പോയാൽ കാണാം. ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ എടുക്കാം. പിന്നീട് ആ കോഴ്സിൻ്റെ സ്ട്രക്ചറിൽ വരുന്നുണ്ട് എത്ര മാർക്കിനാണ് അതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് ബുക്കിൽ നിന്ന് ആകെ ആ PE എന്ന് പറയുന്ന ആ സംഭവം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ മാർക്ക് വരുന്നതെന്ന് വെച്ചാൽ മോഷനാണ്. മോഷൻ, ഫോഴ്സ് ആൻഡ് എനർജി എന്നുള്ളതിന് 14 മാർക്കിനും, സെമി കണ്ടക്ടേഴ്സിന് 10 മാർക്കിനും ചോദിക്കേണ്ടത്. പിന്നെ ചോദിക്കുന്നത് ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിന് 14ഉം ഇലക്ട്രിസിറ്റി 16ഉമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റേഴ്സ് 1, 2, 3, 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 4 ചാപ്റ്റേഴ്സും ഷുവറായിട്ടും പഠിച്ചിട്ട് പോകണം. പിന്നെ വരുന്നത് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ആണ്. അത് കെമിസ്ട്രിയിലും വരുന്നുണ്ട്. ഇത് നന്നായിട്ട് പഠിക്കാം. ആദ്യം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതിന്ന് കുറച്ചുകൂടി താഴോട്ട് വരികയാണെങ്കിൽ പിന്നീട് ഇത് കാണുന്നുണ്ട് എന്തൊക്കെ പഠിക്കണം. ഓരോ ചാപ്റ്റേഴ്സിനും പഠിക്കേണ്ട സാധനങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പോയിൻ്റായിട്ട് വേവ് ഫിനോമിന, അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിൻ്റെതും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത്തത് മാർക്ക് നോക്കിയിട്ട് മാത്രമേ പഠിക്കാവൂ. പിന്നെ വെറുതെ സമയം കളയാതെ ഈ TMA ഒന്നും പഠിച്ചിരിക്കാതെ ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ TMA, ഇനി ചിലപ്പോൾ NUSൻ്റെ ബുക്കേ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി